കുറെ അഭിനയം പഠിപ്പിക്കുന്നുണ്ട് കുറെ ആൾക്കാരെ. സഞ്ജയ് ദത്തിന്റെ അഭിനയം, പിന്നെ മമ്മൂട്ടി അങ്ങനെയായി, മോഹൻലാൽ ഇങ്ങനെയായി. ഇതൊക്കെ എന്ത് യോഗ്യത എന്നുള്ള സാധനം അത് മാത്രമേ. പക്ഷെ പുള്ളി റിവ്യൂ പറയണോ, പുള്ളിയുടെ അഭിപ്രായം പുള്ളിക്ക് എന്തു പറയാം. ഞാൻ പറഞ്ഞ പുള്ളി നെഗറ്റീവ് പറഞ്ഞാൽ കിടന്ന് കരയുകയും പുള്ളി പോസിറ്റീവ് പറഞ്ഞാൽ അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞു ഷെയർ ചെയ്യും. ഞാൻ അതിനാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവന്മാര് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ആളുകൾക്ക് ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ സിനിമയുടെ മുൻനിര പ്രവർത്തകർ വരെ അത് ഷെയർ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരു മീറ്റിംഗ് ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഇവരെ വകവെക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഇവരെ പൊക്കോളും. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയാം. അതായത് സിനിമ, ഇപ്പൊ തനിക്കൊരു സിനിമ പിടിക്കണം, അത് തന്നെ ആഗ്രഹമാണ്. അത് താൻ പിടിച്ചു, അത് പോയി കഴിഞ്ഞു, ആ ആഗ്രഹം തീർന്നു. പക്ഷെ ഈ സിനിമ പിടിച്ച് വീണ്ടും സിനിമ നിർമ്മിച്ച് വീണ്ടും സിനിമ അങ്ങനെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഈ മേഖലയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ ആഗ്രഹങ്ങളുണ്ട്. ഒരു സിനിമ അഭിനയിച്ച് ഓക്കെ ഞാൻ സിനിമ നടന്ന് കാണിച്ചിട്ടൊറ്റ പോക്ക് ഞാൻ സിനിമ അഭിനയിച്ചെന്ന് അതുപോലെയല്ല. സിനിമ നിർമ്മാണവും അതേപോലെ തന്നെ സിനിമ പിടിച്ചു, സിനിമയിൽ അഭിനയിയാൽ സിനിമ വ്യവസായം ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഫസ്റ്റ് തന്നെ പടത്തിന് ഇപ്പം ഞാൻ ഇത്ര കോടി രൂപ മുടക്കിയിട്ടേക്ക്. അപ്പം ഇത് പല രീതിയിൽ ബാധിക്കും. നെഗറ്റീവ് പറയും. അശ്വന്ത് ഗോക്ക് പറയുന്നത് ഇപ്പം പറയാൻ പറ്റില്ല. ഇത് പബ്ലിസിറ്റി ആയിട്ട് നേരെ പറഞ്ഞ് ഇവരുടെ റേറ്റിംഗ് എന്നൊരു സാധനം ഫസ്റ്റ് ഓൾ നെഗറ്റീവ് പറയുമ്പോൾ അത് കുറച്ച് ദിവസം നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വിഷയമില്ലെന്നേ കണ്ടതെന്ന് പറയാം. പക്ഷെ മറ്റവൻ അവരാധമാണോ, അവരൊക്കെ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് വെറും മോശമായ പരിപാടിയാണ്. അപ്പം നെഗറ്റീവ് പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അതായത് ഒരു കുടുംബം ചിലവ് കണ്ടല്ലേ വീടൊക്കെ തന്നെ തീർന്നു ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഇവർ പറയുന്നത് നെഗറ്റീവ് പറയുമ്പോൾ അവർ പേടിക്കും. അത് എടുത്തിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കാശ് മുടക്കിയിട്ടേക്ക് അതവർക്ക് മാക്സിമം നല്ലത്. പക്ഷെ അപ്പോൾ ഈ പറയുന്ന ഈ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന്, അതായത് ഇപ്പോൾ ഇന്ന റിവ്യൂവർ ഞങ്ങളുടെ സിനിമയെ ഡീഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് പോകുമ്പോൾ ഒരു പൊതുജനം ഇത് ഡീഗ്രേഡിങ് ആണ്. നാളെ ഇവർ കംപ്ലൈൻറ്റ് കൊടുത്ത അതേ വ്യക്തി പോസിറ്റീവ് പറയുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ പൊതുജനം എന്താ വിചാരിക്കുക? അത് ശരി, ഇവരപ്പോൾ ഒരുമാതിരി നാടകം കളിക്കുകയാണോ എന്നൊരു ആളുകൾ നമ്മളെടുത്ത് വരെ മീഡിയക്കാരുടെ അടുത്ത് വരെ പറയുന്നുണ്ട്. ഈ അശ്വന്ത് ഗോക്കിനെ കുറ്റം പറഞ്ഞ് ഇതേ സംവിധായകൻ തന്നെ ഇന്നലെ അയാളുടെ സിനിമ ഇറങ്ങിയപ്പോൾ അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞ് ഷെയർ ചെയ്തല്ലോ, നിങ്ങളെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളെടുത്ത് സിനിമയിലല്ലാത്ത ആളുകൾ.